ഹായ് എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ ഏട്രാമലോകം. അങ്ങനെ ആകെ സർപ്രൈസായി നിൽക്കിയിരിക്കും എങ്ങനെ വില കയ്യിലൊക്കെ പോസ്റ്റർ എത്തിയെന്ന്. ആ നേരത്താണ് ഒരു അനൗൺസ്മെൻറ്റ് കേൾക്കുന്നത്. ഞാൻ ചെല്ലിയാനാണ് ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് ഞങ്ങൾക്ക് ഈ നേരത്തൊരു റെക്കോർഡിങ് കാര്യങ്ങൾ ഷെയർ ചെയ്യാം, എല്ലാവരും കേൾക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ റെക്കോർഡിങ്ങിൽ എന്ന് പറഞ്ഞാൽ മറ്റേ കണ്ടസ്റ്റൻറ്റ് ജഡ്ജസ് കാര്യങ്ങൾക്കൊക്കെ കൈക്കൂലി കൊടുത്തിട്ടാണ് അങ്ങനെ ഫസ്റ്റ് പ്രൈസ് കാര്യങ്ങൾ നേടിയെന്നുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ ആകെ സർപ്രൈസ് ആവും, എങ്ങനെ അറിഞ്ഞു. കാരണം അറിഞ്ഞിട്ടില്ല ഓനൊരു സിസ്റ്റർ സോങ് സംസാരിക്കുന്ന കാര്യങ്ങൾ റെക്കോർഡായിട്ട് ഒക്കെ പോയിട്ടുണ്ട്. അങ്ങനെ പ്രൊഫസറിൻ്റെ റൂമാണ് കാണിക്കുന്നത്. പ്രൊഫസർ പിന്നെ മറ്റേ കണ്ടസ്റ്റൻറ്റിനോട് ചോദിക്കണം. അപ്പോൾ പറയും ഇതൊക്കെ ചെല്ലാനുണ്ടാക്കിയാണ്, അല്ലാതെ ഞാൻ ഒന്നും അങ്ങനെ ചെയ്തില്ല എന്ന് പറയും. നേരത്തെ പ്രൊഫസർ പറയും ഈ വെറുതെ അങ്ങനെ നിഷേധിക്കൊന്നും വേണ്ട, പിന്നെ ഈ ആ ജഡ്ജസിന് കൂടെ ഒരു ട്രീറ്റ് കാര്യങ്ങൾ കൊടുക്കുന്നത് കണ്ട ആൾക്കാരുണ്ട്, അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കാനുള്ളൂ. മാത്രമല്ല ഇപ്പോൾ ഈ പ്രൈസ് കിട്ടിയിട്ട് ഇന്ന റോയൽ അക്കാദമിയിൽ പഠിക്കാനാണെങ്കിൽ അതിന് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടോ, എനിക്ക് വേറെയും യൂണിവേഴ്സിറ്റീസ് കാര്യങ്ങളില്ല, അവിടെ നോക്കിക്കൂടെ, എന്തിനാ ഈ ഒരു അക്കാദമി തന്നെ കിട്ടാൻ വേണ്ടി ഇങ്ങനെ ട്രൈ ചെയ്യുന്നു പറയും. ആ നേരത്തെ പറയും എനിക്കാവുന്നില്ല, എനിക്ക് വേറെ എവിടെയും പോയി പഠിക്കണമെങ്കിൽ വേറെ ഒന്നുമല്ല, എനിക്ക് യൂഫിനെ തോൽപ്പിക്കണം, അത് മാത്രമാണ് എൻ്റെ ആവശ്യം. കാരണം എപ്പോഴും എൻ്റെ മോള് സുപ്പീരിയർ ആയിട്ടാണ്. എന്തുകൊണ്ടാണ് എന്നെക്കാട്ടിലും നല്ല ടാലൻറ്റ് കാര്യങ്ങൾ, ഞാൻ എത്ര ട്രൈ ചെയ്യുന്നുണ്ട് നന്നായിട്ട് വരയ്ക്കാൻ, എന്നിട്ടും എന്നെക്കാട്ടിലും ബെറ്ററാണ്. അത് എനിക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. മാത്രമല്ല ദൈവം എന്തുകൊണ്ട് എനിക്ക് കുറച്ച് ടാലൻറ്റും അവന് കുറേ ടാലൻറ്റും കൊടുത്തു എന്നുള്ള കുറേ പരാതികളായിരിക്കും എനിക്കുണ്ടാവുക. ആ നേരത്തെ പ്രൊഫസർ ചോദിക്കും അല്ല ഈ ഇപ്പം ഇങ്ങനെ ജയിച്ചുകൊണ്ട് ഈ വല്ല ഹാപ്പിയാണെന്ന് ചോദിക്കും. നേരത്തൊക്കെ ഇപ്പം ഭയങ്കര ദേഷ്യത്തിലേക്കും. അവൻ പറയും അവൻ്റെ വിചാരം എന്താണ്, അവൻ പറഞ്ഞത് എനിക്കൊരു ടാലൻറ്റും കാര്യങ്ങളില്ലാന്ന്. അതുകൊണ്ട് തന്നെ എൻ്റെ മുന്നിൽ അവന് തോൽക്കുകയാണെങ്കിൽ മാത്രമേ ഞാൻ ഹാപ്പി ആവുള്ളൂ. അങ്ങനെ പിന്നെ ജഡ്ജസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അനൗൺസ്മെൻറ്റ് വരും. അതായത് ഇങ്ങനെ യാവോ ഗെയിമിങ് ഇങ്ങനെ ജഡ്ജസ് കാര്യങ്ങൾക്ക് കൈക്കൂലി കൊടുത്തിട്ടാണ് ഇങ്ങനെ ഫസ്റ്റ് അടിച്ച്, അതുകൊണ്ട് തന്നെ അവനെ ഡിസ്ക്വാളിഫൈ ചെയ്യാണ്. യൂഫിനെ തന്നെ നമ്മൾ ഫസ്റ്റ് പ്രൈസ് കാര്യങ്ങൾ കൊടുക്കുകയാണെന്ന് പറഞ്ഞിട്ട്. അത് കേൾക്കുമ്പോൾ കിഷാനും ചെല്ലാനും ജോനും ഒക്കെ ഭയങ്കര സന്തോഷമാവും. ദെൻ യൂഫിനെ ഡ്രോയിങ് റൂമിൽ കാണിക്കുന്നത് അവനൊരു ചിത്രം വരച്ചുകൊണ്ടൊക്കെ ആയിരിക്കും. നേരത്തെ എൻ്റെ ഫ്രണ്ട് എന്നിട്ട് പറയും ഈ അനൗൺസ് ചെയ്ത കാര്യങ്ങൾ കേട്ടോ, ഇങ്ങനെ നല്ല നാണം കെട്ടാണ്, ഓന് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ഫസ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ട്രീറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിന്, ഇപ്പോൾ ആകെ നാണക്കേടായി പോയാൽ. അപ്പോൾ യൂഫിക്ക് പ്രത്യേകിച്ച് ഒരു എക്സ്പ്രഷൻ കാര്യങ്ങളുണ്ടാവില്ല. യൂഫിലും ആയിക്കോട്ടെ ഈ ഇപ്പോൾ പോയിക്കോന്ന് പറയും. അപ്പോൾ അവൻ്റെ ഫ്രണ്ടിനാണ് ആകെ ഷോ, കാരണം അവൻ്റെ അടുത്ത് ഒരു പിന്നെ സന്തോഷ കാര്യങ്ങൾ ഒരു എക്സ്പ്രഷൻ കാണാൻ പറ്റുന്നുണ്ടാവില്ല. ആ നേരത്തേക്ക് യൂഫിന്ന് വിളിച്ചിട്ട് ചെല്ലാൻ വന്നിട്ട് അറിയും യൂഫി പിന്നെ യാമിങ്ങിൻ്റെ ഫസ്റ്റ് പ്രൈസ് കാര്യങ്ങൾ ക്യാൻസൽ ചെയ്ത് ഇപ്പം എന്തായാലും ഡിസിപ്ലിൻ ആക്ഷൻ കമ്മിറ്റി എന്തായാലും അതിനെതിരെ എന്തെങ്കിലും ആക്ഷൻ കാര്യങ്ങൾ എടുക്കും എന്നിട്ട് ഇങ്ങനെ വന്ന കാര്യം പറയും. ആ നേരത്തെ ഇവൻ്റെ ഫ്രണ്ട് വരും ഇപ്പോൾ ഒന്നും പറയണ്ട, യൂഫി ഭയങ്കര ദേഷ്യത്തിലാണ് തോന്നുന്നുണ്ടെന്ന് പറയും. അപ്പോൾ ചെല്ലാൻ പറയും ഞാനും ദേഷ്യത്തിൽ തന്നെ, കാരണം യൂഫിൻ്റെ വർക്ക് കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ കണ്ടില്ല, എന്തായാലും അടിപൊളി പിക്ചർ എടുക്കാൻ വരച്ചിട്ടുണ്ടാകുന്ന പറയും. മാത്രമല്ല ജഡ്ജസ് കാര്യങ്ങളൊക്കെ തീരെ ഒരു ഇതില്ലേ, അവരിങ്ങനെയാണ് ജഡ്ജ് ചെയ്യേണ്ടി വരും. ആ നേരത്ത് യൂഫ് ചെയ്യുന്നിട്ട് എന്താ പറയും ചെല്ലാൻ ഒരിക്കലും എന്നെ കാണാൻ വരരുത് ഇവിടെ, എസ്പെഷ്യലി ഞാനൊരു വർക്ക് കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്നെ ആരും ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും എനിക്കിഷ്ടമില്ലാന്ന് പറയും. ചെല്ലാനൊന്ന് ചടക്കുന്നൊരു ഉള്ളൊരു ആയിക്കോട്ടെ ഞാൻ ലീവ് ചെയ്യാമെന്നൊരു. പിന്നെ ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്നു പറയും യൂഫി അല്ല ഈ അതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊന്നും എടുത്തില്ല പറഞ്ഞിട്ട്, പക്ഷേ എൻ്റെ വർക്ക് കാര്യങ്ങൾ തിരിച്ചു കൊണ്ടുവന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടല്ലോ എന്നൊരു. എന്നിട്ട് പറയും ഇനിയും ജഡ്ജ്മെൻറ്റ് കാര്യങ്ങൾ വരികയാണെങ്കിലോ, അപ്പം അതുകൊണ്ട് തന്നെ അവൾക്ക് ഇനിയും അതിൻ്റെ ആവശ്യം കാര്യങ്ങളുണ്ടാവില്ല, അത് എവിടെ ആ വർക്ക് എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു നോക്കുക എവിടെയെങ്കിലും വെച്ച് നോക്കാൻ. എന്നിട്ട് യൂഫി വരും ഞാനത് കത്തിച്ചെന്ന്. അപ്പോൾ ചെല്ലാൻ ആകാശമൊക്കെ കത്തിക്കേ അതിന് അങ്ങനെ ചെയ്യുക, വെറുതെ പറയില്ലെന്ന് വെച്ചിട്ട് നോക്കും. ആരും എന്തായാലും സ്വന്തം വർക്ക് കാര്യങ്ങളൊന്നും അങ്ങനെ ചെയ്യില്ല. ഇനി ഫസ്റ്റ് പ്രൈസ് കാര്യങ്ങൾ കിട്ടാത്തതുകൊണ്ട് ഇനി യൂഫി അങ്ങനെ ചെയ്തു നിൽക്കും. പക്ഷേ യൂഫി ഒന്നും മൈൻഡ് ചെയ്യാതെ അങ്ങനെ പിക്ചർ കാര്യങ്ങൾ സ്കെച്ച് ചെയ്യൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. എന്നിട്ട് ഒരു ഈ എന്താ കേൾക്കുന്നില്ല ഞാൻ പറഞ്ഞു നിൽക്കും. ആ നേരത്തായിരിക്കും യൂഫിന്ന് വിളിച്ചിട്ട് വേറെ 2 കുട്ടികൾ തന്നെ. എന്നിട്ട് അവരൊന്നും പറയും ഞങ്ങൾ പുതിയ ഫ്രഷേഴ്സാണ് ഡിപ്പാർട്ട്മെൻറ്റിൽ, ഞങ്ങൾ പിന്നെ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വന്നതാണ്, അതായത് യായോമിങ്ങിനെ തോൽപ്പിച്ചിട്ട് ഫസ്റ്റ് കിട്ടിയില്ലേ, മാത്രമല്ല ആ ഒരു കേസിൽ പെറ്റീഷൻ കൊടുക്കുമ്പോൾ ഞങ്ങളൊക്കെ സൈൻ ചെയ്തിന്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് യൂഫിൻ്റെ ബ്രഷ് കാര്യങ്ങൾ ഷെയർ ചെയ്യുമെന്ന് വെച്ചിട്ട്. നേരത്തെ യൂഫി അറിയും ഏതായാലും നിങ്ങൾ നല്ല നേരത്തെ വന്നത്, ഏതായാലും ഇനി ഭാവിയിൽ ഇനി ഇതിൻ്റെ പേരിൽ ഒരു ആൾക്കാർ വന്ന് ചോദിക്കാൻ അല്ലെങ്കിൽ ഇനി ഇതിൻ്റെ പേരിലൊരു സിറ്റുവേഷൻ ഉണ്ടാവാക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഞാൻ ആ ബ്രഷ് കാര്യങ്ങൾ പൊട്ടിച്ച് കളയാന്നിട്ട് പോലെ മുന്നിൽ ഇത് പൊട്ടിക്കും, ഇനി നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ സ്റ്റഡീസ് കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാമല്ലോ എന്ന് പറയും. അതിൻ്റെ എല്ലാവരും ഷോക്കാവും. ഞാൻ ഓരോട് പോകാൻ പറയുമ്പോൾ പോലും പോകും. ആ നേരത്തെ യൂഫിൻ്റെ ഫ്രണ്ട് ഈ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓരോരുത്തരും അതിൽ ഓനോടെ അങ്ങോട്ട് ബാക്കോട്ട് പുഷ് ചെയ്യുന്നിട്ട് പറയും ഞാൻ ഇവിടുന്ന് പോകാനല്ലേ നിങ്ങളോടൊക്കെ പറഞ്ഞു തരും. യൂഫി ഭയങ്കര ദേഷ്യത്തിലായിരിക്കും. അപ്പോൾ ചെല്ലാനിങ്ങനെ ഓനെ തന്നെ നോക്കുമ്പോൾ ഓൻ്റെ കയ്യിൽ അതിൻ്റെ ബാലൻസ് ഉണ്ട്, അതിന് ഒരു പ്രശ്നം അതും അങ്ങനെ പൊട്ടിച്ചടയും. അതിൽ ചെല്ലാൻ പറയും മതി ഞാൻ പോകാനെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയോളൂ. അങ്ങനെ യൂഫി ആ സ്കെച്ച് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കും. പക്ഷെ അവന് ഭയങ്കര ദേഷ്യത്തിലായതുകൊണ്ട് തന്നെ അവന് കണ്ടിന്യൂ ചെയ്യാൻ കഴിയില്ല. അവനൊന്ന് ആ സ്കെച്ച് അവിടെ ഇടും.